നിങ്ങൾ ഇലക്ട്രോ 31 അതിന് മുകളിലോ ഉള്ള ഒരു ക്ലാഷ് ഓഫ് ക്ലാൻ പ്ലെയർ ആണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അറ്റാക്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക 3 സ്റ്റാറുകൾ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആർമി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആവറേജ് അറ്റാക്ക് ഡ്യൂറേഷൻ ആണ് നോക്കേണ്ടത്. 1 മിനിറ്റ് 49 സെക്കൻഡാണ് ആവറേജ് അറ്റാക്ക് ഡ്യൂറേഷൻ. ലോഗ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, എല്ലാം 3 സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു ഹീറോ പോർഷനും ക്ലാൻ കാസിൽ കേക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ എല്ലാ അറ്റാക്കുകളും ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. 18 അറ്റാക്ക് ഉണ്ട് ഇലക്ട്രോ ലീഗ്സിൽ. ഈ 18 അറ്റാക്ക് അരമണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാം എന്നുള്ളതാണ്. ബാക്കിയുള്ള സമയത്തല്ല നമുക്ക് ഹീറോസിനെ അപ്ഗ്രേഡ് ചെയ്യാം, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. വാർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹീറോസ് എല്ലാം അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ വാർ അറ്റാക്കിൽ പോവാം. ഹീറോ പോർഷൻ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. എല്ലാം ലോ ലെവൽ ഹീറോസ് ആണ് എന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യും. നിങ്ങളെ ആർമി എല്ലാം മാക്സ്ഡ് ആകണമെന്നൊന്നും നിർബന്ധമില്ല. കാരണം ഈ അറ്റാക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് ഡ്യൂക്കിനെയാണ്. അപ്പോൾ ഡ്യൂക്കിൽ നമുക്ക് വേണ്ടത് ഈ ഇലക്ട്രോ ഫാങ്സും നമ്മുടെ സ്പിരിറ്റ് ഫോക്സ് എന്ന് പറയുന്ന പെറ്റുമാണ്. ഇലക്ട്രോ ഫാങ്സ് ടൗൺ ഹോൾ 17 തൊട്ടേ കിട്ടുള്ളൂ. അതിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റിവെഞ്ച് ഡെക്ക് യൂസ് ചെയ്യേണ്ടി വരും. റിവെഞ്ച് ഡെക്കാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂക്കിൽ ഒന്നുകിൽ ആംഗ്രി ജെല്ലി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫീനിക്സ് യൂസ് ചെയ്യണം. അപ്പോൾ ഓരോന്നിനും ഓരോ മെത്തഡോളജിയാണ്. ഞാൻ ജനറലി പ്രിഫർ ചെയ്യുന്നത് ഈ ഫയർ ഹാർട്ട് ഇലക്ട്രോ ഫാങ്സും ആണ്. കാരണം കോമൺ എക്യുപ്മെൻ്റ് ആണെന്നുള്ളതുകൊണ്ട് സ്റ്റാർ യൂസിൻ്റെ ആവശ്യം വരില്ല. അതുപോലെ ഡ്യൂക്ക് ഒരു ലെവൽ 15 മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീറോ പോർഷൻ്റെ ഒന്നും ആവശ്യം വരില്ല. പിന്നെ വാർഡന് നമുക്ക് ടോർച്ച് ആവശ്യമുണ്ട്. ഹീറോയിക് ടോർച്ച് എന്ന ഈ ഒരു എക്യുപ്മെന്റ്, അതൊരു എപ്പിക് എക്യുപ്മെന്റ് ആണ്. അതിന് നിങ്ങൾ എന്തായാലും ഓർസ് ഇടേണ്ടി വരും. ലെവൽ 18 മുതൽ ഇത് വർക്ക് ചെയ്ത് തുടങ്ങും. അതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഈ ടോർച്ചിന്റെ ഡ്യൂറേഷനാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അതായത് ഈ ലെവല് കുറവാണെന്നുണ്ടെങ്കിൽ ടോർച്ച് വർക്ക് ചെയ്യുന്ന ഡ്യൂറേഷൻ കുറവായിരിക്കും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ കുറച്ചും കൂടെ സ്കിൽഡ് ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യേണ്ടി വരും. ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ കണ്ണുടച്ച് ചെയ്യാം, ഒരു പ്രശ്നമില്ല. മാക്സ്ഡ് ആയിട്ടുള്ള ഹീറോയിക് ടോർച്ച് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സ്കില്ലില്ല എന്നുണ്ടെങ്കിലും മിക്കവാറും ഉള്ള ബേസുകളൊക്കെ നമുക്ക് 3 സ്റ്റാർ അടിക്കാൻ പറ്റും. ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ആർമിയിൽ ഉള്ള സൂപ്പർ എതിയും സൂപ്പർ വാർ ബ്ലേക്കേഴ്സിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ ഞാൻ മറന്നുപോയിട്ട്, അതായത് ആ സൂപ്പർ ട്രൂപ്പ് എടുക്കാൻ മറന്നുപോയിട്ട് വാർ അറ്റാക്കിന് കയറിയിട്ട് സിജി ബാരക്സിലെ പെക്ക മാത്രം വെച്ചിട്ട് എനിക്ക് 3 സ്റ്റാർ അടിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ അറ്റാക്ക് വെച്ചിട്ട്. പിന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആർമി ഡിപ്പെൻഡൻ്റ് അല്ല, ഇത് ഡ്യൂക്കിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അറ്റാക്കാണിത്. അതുപോലെ ക്യൂന് നമുക്ക് വേണ്ടത് ജയൻ്റ് ആരോ എന്തായാലും വേണം. പെറ്റ് ഏത് പെറ്റ് വേണമെങ്കിലും ഇടാം, യൂണിക്കോൺ ഇടാം, കുഴപ്പമൊന്നുമില്ല. ഈ ആക്ഷൻ ഫിഗർ പപ്പറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹീലർ പപ്പറ്റ് ഇട്ട് കഴിഞ്ഞാലും വേറെ കുഴപ്പമൊന്നുമില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ വാർഡൻ്റെ ഉള്ള പെറ്റ് പോയിസൺ ലിസാർഡ് ഇട്ടേക്കണമെന്ന് വെച്ചാൽ ഗാർഡിയൻസിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ പോയിസൺ നമ്മുടെ ഈ CC ട്രൂപ്സിനെ പോയിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഹീറോസ് ഉണ്ടാവും, എയർ ഹീറോസ്. ഇപ്പോൾ മിനിയൻ പ്രിൻസും ഡ്യൂക്കും പോലെയുള്ള എയർ ഹീറോസിനെ ഒന്നും സൂപ്പർ എതീസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള എയർ ഹീറോസിനെയൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമുക്ക് പോയിസൺ ലിസാർഡ് ഇട്ടേക്കണത്. പോയിസൺ ലിസാർഡ് ഇടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ ഹയർ ലീഗ്സിലോട്ട് പോകുമ്പോൾ പോയിസൺ ലിസാർഡിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് വരിക. ഇനി റോയൽ ചാമ്പ്യൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനിക്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനി ഡ്രാഗൺ ഡ്യൂക്കിൽ റിവെഞ്ച് ഡെക്ക് വരുന്ന സമയത്ത് ഫീനിക്സിനെ അവിടോട്ട് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ മാത്രം ഇവിടെ നമുക്ക് സ്പിരിറ്റ് ഫോക്സിന് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്ഗി യൂസ് ചെയ്യാം. ഇപ്പം വേറെ ഏതെങ്കിലും വാർഡൻ്റെ പെറ്റും അപ്ഗ്രേഡിങ് ആണ് എന്നുണ്ടെങ്കിൽ വാർഡൻ്റെ അവിടെയും ഡിഗ്ഗി നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ ഉള്ളത് സ്നീസി യൂസ് ചെയ്യാം, റേവൻ യൂസ് ചെയ്യാം. എന്താണ് അവൈലബിൾ ആയിട്ടുള്ള പെറ്റെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. വേറെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ബാക്കി ഞാൻ അറ്റാക്കിൻ്റെ റീപ്ലേ കാണിക്കാം, എങ്ങനെ ഒരു ബേസിനെ അപ്രോച്ച് ചെയ്യാമെന്ന് കാണിക്കാം. ഇതിനകത്ത് ട്രൂപ്പ് കോമ്പിനേഷനേക്കാളും ഇമ്പോർട്ടൻ്റ് എങ്ങനെയാണ് ഒരു ബേസിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു ബേസ് കണ്ടു കഴിഞ്ഞാൽ ആ ബേസിൻ്റെ ഏത് എഡ്ജിൽ നിന്നാണ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് തീരുമാനിക്കാനുള്ളത്. ഞാൻ ജനറലി റിവെഞ്ച് ടവറിനെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുക. റിവെഞ്ച് ടവർ എവിടെ ഉണ്ടോ
ആ സൈഡിൽ നിന്ന് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ കൂടുതൽ ശ്രമിക്കുക. കാരണം റിവെഞ്ച് ടവറിനെ എൻഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ റിവെഞ്ച് ടവറിനെ നിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെല്ലുകൾ കയ്യിൽ വയ്ക്കേണ്ടി വരും എന്നുള്ളതുണ്ട്. അപ്പം നമ്മൾ അധികം സ്കില്ലില്ലാതെയാണ് അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ റിവെഞ്ച് ടവറുള്ള ഏത് സൈഡാണോ ആ സൈഡിലോട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ടൗൺ ഹാൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതൊന്നും യാതൊരു പ്രശ്നമേ അല്ല. ഇനി റിവെഞ്ച് ടവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോണോലിത്ത് എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പം ഈ റിവെഞ്ച് ടവർ ഇവിടെ ഇരിക്കുന്നു, അപ്പോൾ എനിക്ക് ഒന്നുകിൽ ഈ ഈ ഈ എഡ്ജിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം, ഈ എഡ്ജിൽ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ എഡ്ജിൽ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാം. അപ്പം റിവെഞ്ച് ടവറിനെ എനിക്ക് ആദ്യമേ അറ്റാക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ എഡ്ജിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കോർണറുണ്ട്, ഈ കോർണറുണ്ട്, ഈ കോർണറുണ്ട്. ഈ കോർണർ എന്ത് വെച്ച് ഫണ്ട് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് മോണോലിത്തിന്റെ പ്രസൻസ് വെച്ചിട്ടാണ്. ഡ്രാഗൺ ഡ്യൂക്കിനെ ഒരു കാരണവശാലും മോണോലിത്തിരിക്കുന്ന വശത്തേക്ക് പറന്നു പോകാൻ സമ്മതിക്കരുത്. മോണോലിത്ത് ഇരിക്കുന്ന വശത്തോട്ട് പോയി കഴിഞ്ഞാൽ ഡ്രാഗൺ ഡ്യൂക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ കിട്ടില്ല. ഡ്രാഗൺ ഡ്യൂക്ക് ആദ്യമേ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ റിവേവുകളൊക്കെ വേസ്റ്റ് ആവും. അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡ്രാഗൺ ഡ്യൂക്ക് ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ റിവേവ് കംപ്ലീറ്റ് വേസ്റ്റ് ആവും. അപ്പൊ ആ സൈഡിലോട്ട് മോണോലിത്തിനെ ഡീൽ ചെയ്യാൻ നല്ലത് നമ്മുടെ ആർച്ചർ ക്വീൻ്റെ കൂടെ സിജി ബാരക്സ് വിടും. ആ സിജി ബാരക്സും കൂടെ മോണോലിത്തിനെ ഡീൽ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാൻ ഈ താഴത്തെ ഈ 9 o'clock 6 o'clock എഡ്ജിൽ നിന്നാണ്, ഈ എഡ്ജിൽ നിന്നാണ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പം ഈ കോർണറിൽ നിന്ന് ഞാൻ ആർച്ചർ ക്വീനെ വെച്ച് ഫണലിയും, ഈ കോർണറിൽ നിന്ന് ഞാൻ ഡ്യൂക്കിനെ വെച്ച ഫണലിയും. കാരണം മോണോലിത്ത് ഈ സൈഡിലാണ് ഉള്ളത്. ഡ്യൂക്ക് ഒരു കാരണവശാലും പറന്ന് ആ കോർണറിലോട്ട് പോകില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, എപ്പോഴും യദീസിനെ ഈ ബേസിന്റെ ഉള്ളിലോട്ട് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണലി ചെയ്യാനുള്ളത്. അതായത് ഈ പുറത്തുള്ള ഈ ബിൽഡിങ്ങുകളൊക്കെ, ഈ ബിൽഡിങ് ഇതുപോലുള്ള ഈ ട്രാഷ് ബിൽഡിങ്ങുകളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഈ ബിൽഡിങ്ങും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നടുക്കുള്ള ഈ സ്പേസിലുള്ള ഈ ബിൽഡിങ്ങുകൾ, ഇത്രയും ബിൽഡിങ്ങുകളിലോട്ടായിരിക്കും ഞാൻ സൂപ്പർ എദീസിനെ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. അവർ അത് കഴിഞ്ഞിട്ട് നടന്ന് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ബിൽഡിങ്ങുകളിലോട്ട് വരും. അതിനുശേഷം ഇങ്ങനെ ബേസിൻ്റെ സെൻറ്ററിലോട്ട് പോകും. അപ്പം ഈ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു വോളുണ്ട്. ഈ വോള് ഞാൻ എൻ്റെ കയ്യിലുള്ള നിലവിലുള്ള സൂപ്പർ വാൾ ബ്രേക്കേഴ്സ് വെച്ചിട്ട് പൊട്ടിച്ച് അകത്തോട്ട് വിടും. അതിനുശേഷം ഈ ആർമി കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ എത്തിയതിന് ശേഷമായിരിക്കും ഞാൻ അറ്റാക്ക് നോക്കാം. നല്ല സ്പീഡാണ് അറ്റാക്ക്. ഓക്കെ, അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഹാഫ് സ്പീഡിലാണ് ഇട്ടേക്കണത് കേട്ടോ, കാണാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഞാൻ ഈ സൈഡിൽ ഫണൽ ചെയ്യും. ഇപ്പം നോക്കൂ, ഡ്യൂക്കിനെ ഞാൻ ഇവിടെ വിട്ടിട്ടുണ്ട്. ഡ്യൂക്കിനെ ഞാൻ ഈ കോർണറിലല്ല വിട്ടേക്കണത്, ഞാൻ കുറച്ച് ഉള്ളിലാണ് വിട്ടേക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പാത്തിങ് മനസ്സിലാവും. ഈ പെറ്റ് ഹൗസ് തകർന്നു കഴിഞ്ഞാൽ അടുത്തത് ഈ ആർമി ക്യാമ്പിലോട്ട് വരും. അതിനുശേഷം ഈ ആർമി ക്യാമ്പിലോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ഈ സൈഡിൽ നിന്ന് അങ്ങനെ ഫണലി ചെയ്ത് വരുമ്പം ഇവിടെയുള്ള ഈ ബിൽഡിങ്സിലോട്ട് എനിക്ക് ബാക്കി എദീസിനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇനി ഈ കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ ആദ്യം ഒരു ഐസ്കോലത്തിന് വിടും. അതിന് കാരണം എൻ്റെ ക്യൂവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വേറെ ബാക്കിയുള്ള ഈ ഡിഫൻസുകൾ കംപ്ലീറ്റ് ആദ്യമേ ക്യൂവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഐസ്കോലത്തിന് വിട്ടു. അതിൻ്റെ പിറകെ ക്യൂവിൻ്റെ ജയൻ്റ് ആരോ വിട്ടു. കണ്ടോ, ജയൻ്റ് ആരോ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഇൻവിസിബിലിറ്റി ടവർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജയൻ്റ് ആരോ യൂസ് ചെയ്യാം. അതിനനുസരിച്ച് എയിം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ കോർണറിൽ ഇവിടെ എവിടെയെങ്കിലും ആണ് ഇൻവിസ് ടവർ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ എലിക്സർ കളക്ടറിൽ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ആരോ അങ്ങനെ പോകും, ഡയറക്റ്റ് പോകും. അങ്ങനെയും ചെയ്യാം. ഇവിടെ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ വെയിറ്റ് ചെയ്യും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഓക്കെ നോക്കാം. ഇവിടെ ഈ എലിക്സർ കളക്ടർ ഡിസ്ട്രോയ് ചെയ്തു. ഇവിടെ ഉള്ള ഈ സൈഡിലും കണ്ടോ ഒരു പ്രോപ്പർ ഫണല് ഞാൻ 2 ഹീറോസിന് വെച്ചിട്ടും സെറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഫണലിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ആ ഫണലിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, ആ ഫണലിൻ്റെ 2 സൈഡിൽ ആദ്യം ഞാൻ എതിയെ ഇറക്കി. കണ്ടോ, ഈ സൈഡിൽ ഒരു എതിയെ ഇറക്കിയിട്ടുണ്ട്, ഈ സൈഡിൽ ഒരു എതിയെ ഇറക്കിയിട്ടുണ്ട്. അതായത് അത് രണ്ടും തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ
ഈ എലിക്സർ കളക്ടർ, ഈ വിസ ടവർ, ഈ ആർച്ചർ ടവർ, ഇത്രയും സാധനത്തിലോട്ട് എൻ്റെ എതീസ് ഡയറക്റ്റ് നടക്കും. അതിനുശേഷം ആ എതീസ് എല്ലാം സെൻറ്ററിലോട്ട് തന്നെ നടന്നു പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനിയാണ് കംപ്ലീറ്റ് ആർമി ഡിപ്ലോയ് ചെയ്യും. ഈ കയ്യിലുള്ള സകല സാധനങ്ങളെ ഒരുമിച്ച് അങ്ങ് ഡിപ്ലോയ് ചെയ്യും അവിടെ. ഇതിന് ശേഷം ഇനി ഞാൻ ഇവിടെ ഞാനൊരു സൂപ്പർ വാൾ ബ്രേക്കർ വിട്ടിട്ടുണ്ട്. ആ വാൾ ബ്രേക്കർ കണ്ടോ, ആ വാൾ പൊട്ടിച്ച് കണ്ടോ, ഇതിൻ്റെ ബാക്കിലാണ്. ഇനി എൻ്റെ കയ്യിലുള്ള സൂപ്പർ വാൾ ബ്രേക്കേഴ്സിനെല്ലാം ഞാൻ വരിയായി ഇതിൻ്റെ ബാക്കിൽ നിന്ന് റിലീസ് ചെയ്യും. എത്രത്തോളം വാൾസ് പൊട്ടിക്കാൻ പറ്റുമോ അത്രത്തോളം വോൾസ് സൂപ്പർ വാൾ ബ്രേക്കറെ വെച്ച് പൊട്ടിക്കും. ഇനി ഞാൻ നോക്കുക, ഇവിടെ റോയൽ ചാമ്പ്യൻ അവിടെ റേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റോയൽ ചാമ്പ്യൻ ആ സൈഡിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് ഇപ്പം എബിലിറ്റി യൂസ് ചെയ്യും. ഇവിടെ ഒരു ഐ സൗണ്ട് വന്ന് കണ്ടു. ഇത് എനിമി ക്ലാൻ കാസിലിൽ നിന്ന് വന്ന ഐ സൗണ്ടാണ്. അതിന് ഞാൻ പോയിസൺ ചെയ്തു. അവിടെ തന്നെ ഞാൻ എൻ്റെ സ്കെൽട്ടൺ സ്പെല്ല് ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള സ്കെൽട്ടൺ സ്പെല്ല് ഞാൻ ഈ മോണോലിത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. എബിലിറ്റി ഈ അതിൻ്റെ കോറിൽ, അതായത് ഈ വോൾസ് ഉള്ള ഏരിയ, ഇത്രയും വോൾസ് ഉള്ള ഏരിയയിൽ ആണ് ഇനി ഈ നമ്മുടെ ടോർച്ച് എബിലിറ്റിയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ വോൾസിനെ എല്ലാം അത് സ്കിപ്പ് ചെയ്ത് പോകും. വാർഡൻ്റെ രണ്ടാമത്തെ സാധനം ഹീലിംഗ് ഡോമാണ്. അപ്പം എതീസ് കുറച്ച് ഡാമേജ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഹീലിംഗ് ഡോമിനെ ഹീൽ ചെയ്ത് തിരിച്ച് പഴയ ഹെൽത്തിലോട്ട് തിരിച്ചെത്തിക്കും. ആണ് ഇതിൻ്റെ ഗുണം. അതുപോലെ ഞാൻ എൻ്റെ റിവൈവ് വെച്ച് ഞാൻ എൻ്റെ ഡ്യൂക്കിനെ റിവൈവ് ചെയ്യും. ഡ്യൂക്കിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡ്യൂക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കവാറുള്ള സ്പെല്ലെല്ലാം യൂസ് ചെയ്യണത്. ആർമി ഇതിൻ്റെ സെൻറ്ററിലോട്ട് തന്നെ പോയിട്ടുണ്ട്. വോൾസ് ഒന്നും ഇതിന് പ്രശ്നമില്ല, ഡയറക്റ്റ് നടന്ന് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ പോകും. വേറെ റോയൽ ചാമ്പ്യനൊക്കെ എനിക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, അത്രയും സ്കില്ലില്ലാത്ത അറ്റാക്കാണ് ഇത്. ഈ സൈഡിലെല്ലാം ഇവിടെ എല്ലാം എനിക്കിപ്പോൾ എൻ്റെ വാർഡനെ എനിക്കിവിടെ സപ്പോർട്ട് ചെയ്യാം. ഒരു ടോട്ടോ ഇട്ട് കൊടുത്തിട്ടോ ഒരു ഫ്രീസ് ഇട്ട് കൊടുത്തിട്ടോ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്യൂക്ക് ജീവനോടുള്ളിടത്തോളം ഈ ബേസ് എനിക്ക് 3 സ്റ്റാർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ 2 ടോട്ടോ 2 ഫ്രീസും ബാക്കിയുണ്ട്. 1 മിനിറ്റ് 40 സെക്കൻഡിലാണ് ഈ അറ്റാക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഈ ഇലക്ട്രോഫാങ്സ് ഇല്ല, റിവെഞ്ച് ഡെക്ക വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാനിപ്പം ഡ്യൂക്കിന് ഞാൻ റിവെഞ്ച് ഡെക്കാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ആംഗ്രി ജെല്ലിയാണ് ഡ്യൂക്കിനെ എക്യൂപ്പ് ചെയ്ത് വിട്ടേക്കണത്. ഇവിടെ നോക്കാം, ലെവൽസ് നമ്മുടെ ഹീറോ ലെവൽസ് എല്ലാം ലോ ആണ്. വാർഡൻ 54 ക്യൂന് 41. ഓക്കെ, ഇവിടെ നോക്കുക, എൻ്റെ സെയിം ഈ ബേസിൽ സെയിം ഇതാണ്. റിവെഞ്ച് ടവർ ഇവിടെയാണ്. റിവെഞ്ച് ടവറിനെ ആ സൈഡിൽ നിന്ന് എനിക്ക് അറ്റാക്ക് ചെയ്യണം. മോണോലിത്ത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോർണറിൽ നിന്ന് ഞാൻ എന്തായാലും ക്യൂവിനെ ആയിരിക്കും വിടുന്നത്. പക്ഷെ റിവെഞ്ച് ഡെക്കാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഈ സൈഡ് ഫണൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ സൈഡ് ഫണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂക്കിനെ വിട്ടു. ആംഗ്രി ജെല്ലി ഇട്ടേക്കണോണ്ട് ഡ്യൂക്ക് നേരെ ഡിഫൻസുകളുടെ അടുത്തോട്ടായിരിക്കും പോവുക. അപ്പോൾ ഡ്യൂക്കിൻ്റെ ബാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിസാഡിനെയും, അതുപോലെ ഈ ആർച്ചർ ടവർ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഡ്യൂക്ക് അല്ലെങ്കിൽ ഈ ആർച്ചർ ടവറിൻ്റെ അടുത്തോട്ട് പോകാൻ സാധ്യത എന്നുള്ളതുകൊണ്ട് ഞാൻ ആർച്ചർ ടവർ ആദ്യമേ സ്നൈപ്പ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഡ്യൂക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഡ്യൂക്ക് ഒരുപാട് ഡാമേജ് എടുക്കുന്ന സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഐസ് ബ്ലോക്ക് ചെയ്യും. ഞാൻ അതിനെ ഐസ് ബ്ലോക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യും. ആ സൈഡ് കംപ്ലീറ്റ് ഫണൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ആ സൈഡ് ഫണൽ ആയതിനു ശേഷം, ആ സൈഡിലുള്ള ബിൽഡിങ്സുകളെല്ലാം ഫണൽ ആയതിനു ശേഷം എൻ്റെ കയ്യിലുള്ള 2 ഐസ് ബ്ലോക്ക് യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ, ഈ കേസിൽ എനിക്ക് ഐസ് ബ്ലോക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല, ഫണൽ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ആർച്ചർക്കിനെ വിട്ടു. ആർച്ചർക്ക് വേണ്ടി ഈ സൈഡിൽ ഞാൻ ഈ സീജ് ബാരക്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഐസ്കോലം അതിൻ്റെ ഫ്രണ്ടിൽ വിട്ടു ആർച്ചർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതുപോലെ ആർച്ചർക്കിന്റെ ഷോട്ട് വെച്ച് ഞാനിവിടെ ഇൻവിസിബിലിറ്റി ടവർ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു വാൾ ബ്രേക്കർ ഇട്ട് ആ മോണോലിത്ത് കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലോട്ട് ആർച്ചർക്കിനെയും നമ്മുടെ പെക്കകളെയും അതിന്റെ ബാക്കിലുള്ള വിസാർഡുകളെയൊക്കെ വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഞാൻ ആദ്യം ഒരു ഐസ്കോല ഇട്ടു. ഐസ്കോലത്തിന്റെ ബാക്കിൽ ഞാൻ ഇനി സൂപ്പർ വാൾ ബ്രേക്കർ ഇട്ടിട്ട് ഇത് പൊട്ടിക്കും. കണ്ടോ, അവിടെ പൊട്ടി. പിന്നെ അതിന്റെ ബാക്കിൽ ഞാൻ എതീസിനെ എല്ലാം വരിയായി ഡിപ്ലോയ് ചെയ്തു. അതിന്റെ ബാക്കിൽ വീണ്ടും ഒരു സൂപ്പർ വാൾ ബ്രേക്കറെ വിട്ടിട്ടുണ്ട്. ഡ്രൂയിഡ്സിനെ വിട്ടു. എല്ലാം അതിന്റെ ബാക്കിൽ വരിയായിട്ട് എനിക്ക് ഇറക്കാൻ പോയി. എന്റെ ആർമി കംപ്ലീറ്റ് ഇറക്കി. ഇനി അതിന്റെ ഉള്ളിലെത്തി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലായതിനു ശേഷം ഞാൻ എന്റെ എബിലിറ്റി എത്രത്തോളം ഡിലേ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡിലേ ചെയ്യുന്നു. ഈ മോണോലിത്തിനെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു സ്കെൽട്ടൺ സ്പെല്ല് ഇട്ടിരുന്നു. സ്കെൽട്ടൺ സ്പെല്ല് അത്രയും വിചാരിച്ചത്രയും ഡ്യൂറബിൾ ആയിരുന്നില്ല. പക്ഷെ വേണ്ടോ, നമ്മുടെ ഇത് ഈ സൂപ്പർ മിനിയൻസ്, നമ്മുടെ ക്യാമ്പിൽ നിന്ന് വന്ന സൂപ്പർ മിനിയൻസ് മോണോലിത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ വരി പോകും. എൻ്റെ ആർമി ഇനിയിപ്പം എൻ്റെ ഹീറോസ് എല്ലാം ലോ ലെവലാണ്, ബാക്കിയുള്ള ഹീറോസ് എല്ലാം ലോ ലെവലാണ് എന്നുള്ളതുകൊണ്ട് അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ജനറലി ഡ്യൂക്കിനെ മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. എൻ്റെ 2 റിവൈവ്, 2 ഫ്രീസും 2 ടോട്ടവും ബാക്കിയുണ്ട്. ഇനി ഡ്യൂക്ക് ജീവനോടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഇത്. പിന്നെ ഡ്യൂക്കിനെ കൊല്ലാൻ തക്ക പാകത്തിലുള്ള ഒരു ഡിഫൻസ് ബാക്കിയില്ല എന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ RCA നമുക്ക് റിവൈവ് ചെയ്യാം. RCA റിവൈവ് ചെയ്തു. എൻ്റെ 4 ഹീറോസും ഫുൾ ഹെൽത്ത് ആയിട്ടുണ്ട്. അത്രയും ലോ ലെവലായിട്ടുള്ള ഒരു ഹീറോ ലൈനപ്പ് സെറ്റപ്പ് വെച്ചിട്ടാണ് ഇതിനെ അറ്റാക്ക് ചെയ്തേക്കണമെന്ന് മനസ്സിലാക്കുക. പിന്നെ റിവെഞ്ച് ഡെക്ക് ഉണ്ടെങ്കിൽ നല്ലത്. കൂടുതൽ അറ്റാക്ക് എക്സാമ്പിൾസ് കാണണമെങ്കിൽ കാണിക്കാവുന്നതാണ്. ഇത് ആദ്യത്തെ ബേസിനെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്നാണ് അറ്റാക്ക് ഉള്ളത്. ആദ്യത്തെ ബേസ് തന്നെയാണ് ഇത്. റിവെഞ്ച് ഡെക്ക് ഇല്ലാതെ എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്നാണ് നോക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഇലക്ട്രോഫാങ്സ് ആണുള്ളത്. ഇലക്ട്രോഫാങ്സ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇത് നേരത്തെ ഞാൻ സെറ്റ് ചെയ്ത സെയിം ഫണൽ എങ്ങനെ ഡ്യൂക്കിനെ വെച്ച് സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ആദ്യം ക്യൂനെയാണ് വിട്ടത്. നേരത്തെ പോലെയല്ല, സീജ് ബാരക്സിനെ ഇറക്കി. അതെല്ലാം കറക്റ്റായി. ഇനിയാണ് ഞാൻ ആ സൈഡിൽ ഡ്യൂക്കിനെ നോക്കും. ഡ്യൂക്കിനെ ഞാൻ നല്ല ഉള്ളിലാണ് വിട്ടേക്കണത്. കാരണം ഇലക്ട്രോഫാങ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ബിൽഡിങ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് പോയിട്ട് അവിടെ അത് ഒരുമിച്ച് ആ ഫണലിൽ സെറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കേട്ടോ, സൂപ്പർ വാർ ബ്രേക്കർ വെച്ച് ഞാൻ അത് വിട്ടു. അവിടെ ആ ഫണലിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിന് ശേഷമാണ് സൂപ്പർ ഇത് വിട്ടത്. ഇങ്ങനെയാണ് ഈ ഫണലിങ് ചെയ്യുന്നത്. ഈ ഫണലിങ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അറ്റാക്ക് എല്ലാം തന്നെ നോർമലി റെഡി ആയിട്ട് വരും. ഇനി സെയിം സാധനം ഞാൻ എൻ്റെ റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ഇവിടെ ഞാൻ ഒരു പോയിസൺ യൂസ് ചെയ്യും. കാരണം ഇവിടെ ഫർണസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളതുകൊണ്ട് സെയിം രീതിയാണ്. ഇത് സെയിം സാധനം, സെയിം നേരത്തെ ചെയ്ത അതേ അറ്റാക്ക് തന്നെയാണ്. ആദ്യത്തെ നമ്മൾ ആ സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. വേറെ ബാക്കി ഹീറോസിനെ ഒന്നും ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കാരണം എൻ്റെ ഹീറോസ് ഒന്നും ഹൈ ലെവലല്ല എന്നുള്ളത് കൊണ്ട് ലോ ലെവലാണ്. എല്ലാ ഹീറോസും ലോ ലെവലാണ്. ഇതിനകത്ത് ഡ്യൂക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെവൽ 16 ആണ്. അപ്പൊ ഇത്രയും ലോ ലെവലായിട്ടുള്ള ഹീറോസിനെ വച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബേസുകൾ റീസ്റ്റർ അടിക്കാൻ പറ്റും. എന്നിരുന്നാലും ഞാൻ പറയുന്നത്, നിങ്ങൾ റാങ്ക്ഡ് അറ്റാക്കുകൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഹീറോ പോർഷൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതുപോലെ ക്ലാൻ കാസിൽ കേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് അരമണിക്കൂറിനുള്ളിൽ അറ്റാക്കുകൾ ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ക്ലാൻ കാസ്റ്റിൽ കേക്ക് ഉള്ള സമയത്ത് ഒരു ഹീറോ പോർഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക്ഡ് അറ്റാക്സ് അല്ലോ ആഴ്ചത്തെ അറ്റാക്കുകളെല്ലാം നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. ഇവിടെ കേട്ടോ, എൻ്റെ ഡ്യൂക്കിന് ഏറ്റവും പ്രശ്നമുള്ളത് എയർ ഡിഫൻസ് ആണ്. എയർ ഡിഫൻസിന് മാത്രമാണ് ഈ ഒരു ടോട്ടോ ഇട്ട് കൊടുത്തത്. വേറെ ഉള്ള ഡിഫൻസുകൾക്കൊന്നും ടോട്ടോ ഇടിക്കുകയോ വേറെ എന്തെങ്കിലും വെച്ച് സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ഹീറോസിനെ ഒന്നും ഞാൻ റിവൈവ് ചെയ്തിട്ടില്ല. അവിടെ ഒരു ലോങ് ഷോട്ട് ബാക്കിയുണ്ട്. ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇപ്പം എങ്ങനെ
ലോങ് ഷോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലോങ് ഷോട്ടിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിനിയൻസിനെ അങ്ങോട്ട് വിട്ടത്. ലോങ് ഷോട്ട് അതിനകത്ത് കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ റോയൽ ചാമ്പ്യനെ ചെയ്തു. എൻ്റെ ഇനി 2 റിവൈവ് ഒരു ഫ്രീസും ബാക്കിയുണ്ട് ഈ അറ്റാക്ക് കഴിഞ്ഞപ്പോഴും. അതായത് ഡ്യൂക്ക് ഒരു 2 തവണയും കൂടെ മരിച്ചു കഴിഞ്ഞാലും ഡ്യൂക്കിനെ റിവൈവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്ര കുറച്ചും കൂടെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. എന്നാൽ വളരെ സ്പീഡായിട്ടുള്ള അറ്റാക്കാണ്. അപ്പോൾ ഇത് ലെജൻഡ് ലീഗ് 2 വരെ വർക്ക് ചെയ്യും. ലെജൻഡ്സ് 1-ൽ ഇത് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. ഇതേ ആർമി വെച്ചിട്ട് ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ മെയിൻ 2 അക്കൗണ്ട്, അതായത് മാക്സ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളാണ്. ആ അക്കൗണ്ടുകൾ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ലെജൻഡ്സ് ലീഗിലാണ് നിലവിൽ ഉള്ളത്. ഇതേ അക്കൗണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെജൻഡ്സ് 3 നിന്ന് 2.8 ആവറേജ് സ്റ്റാർ അറ്റാക്ക് വെച്ചിട്ടാണ് ഞാൻ അന്ന് കയറിയത്. ആവറേജ് അറ്റാക്ക് ഡ്യൂറേഷൻ കണ്ടോ, 2 മിനിറ്റ് ആണ് ആവറേജ് അറ്റാക്ക് ഡ്യൂറേഷൻ. അത് മോഡിഫയർ ഉള്ളത് കൊണ്ടാണ്. ലെജൻഡ്സ് 3 മോഡിഫയർ ഉള്ളത് കൊണ്ടാണ്. ലെജൻഡ്സ് 2-ൽ ഞാൻ ഇതുവരെ പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ലെജൻഡ്സ് 1-ലോട്ട് പോയിട്ട് ഡെയിലി 8 അറ്റാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. എനിവേസ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.